Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So, ഇന്ന് there is a movie review. പെണ്ണും പൊറാട്ടും. സോ മൂവി ഞാൻ കണ്ടു. ടു ബി ഓണസ്റ്റ്, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു മൂവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന മൂവീസിനേക്കാൾ ഭയങ്കര ഡിഫറെൻറ്റ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ലൈൻ ബേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരു ഗ്രാമീണ പ്രദേശം, ഒരു ഡാമിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലത്ത് ആദ്യം ഒരു നായയുടെ പേഴ്സ്പെക്റ്റീവ് നിന്നാണ്, ഒരു പട്ടിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് നിന്നാണ് കഥ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പെർസ്പെക്റ്റീവിൽ കുറച്ച് ആദ്യത്തെ ഒരു 25-30 മിനിറ്റ്സ് അതിങ്ങനെ ഒരു ഡാൽമേഷ്യൻ ആണെന്ന് തോന്നുന്നു, ഒരു വൈറ്റ് ഡോഗിൽ ബ്ലാക്ക് സ്പോട്ട്സ് ഉള്ള അങ്ങനത്തെ ഒരു ഡോഗ്. ആ ഡോഗിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഫസ്റ്റ് ഇനീഷ്യലി കഥ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു. ലൈക്ക് ഞാൻ കഥ സ്പോയിലർ പറയുന്നില്ല, ബട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. ആ ഇൻസിഡൻറ്റിനെ ചുറ്റിപ്പറ്റി ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ലിങ്ക്ഡ് ആയിട്ട് വരുന്ന ഓരോരോ സ്ഥലത്ത് അതിങ്ങനെ ലിങ്ക് ചെയ്ത് പിന്നെ നോർമലി നമ്മുടെ ഒരു നാട്ടുമ്പുറത്ത് എങ്ങനെയൊക്കെ ചില കാര്യങ്ങളെല്ലാം എസ്കലേറ്റ് ആവും എന്ന് വെച്ചാൽ ചില പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഈ കത്തി വലുതാവും. പിന്നെ ഈ നുണ പറയുന്നത്, ഈ സ്ത്രീകൾ വന്നിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നു എന്നിട്ട് ഒരാൾ പറഞ്ഞ കാര്യം അതിങ്ങനെ കത്തി ഈ സീക്രസിയിൽ പറഞ്ഞെന്ന് വെച്ചാൽ വിശ്വസിച്ച ഒരാളുടെ അടുത്ത് പറഞ്ഞ കാര്യം അതിങ്ങനെ മറ്റൊരാളോട് പറഞ്ഞ് ഒരു ദേഷ്യം വന്നപ്പോഴത്തേക്ക് അത് മറ്റൊരാളുടെ ആ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്ത് അതിങ്ങനെ പോകുന്ന ഒരു സീക്വൻസിലാണ് സിനിമയുടെ ഓവറോൾ ഒരു ഫൗണ്ടേഷൻ വരുന്ന ആ ഒരു മൂവിയുടെ ഒരു സ്ട്രക്ചർ വരുന്നത് അങ്ങനെയാണ്. എക്സെപ്ഷണൽ ആക്ടിങ്. കാരണം ഇത് കാസ്റ്റ് ചെയ്ത ആൾക്കാർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടോ, പക്ഷേ ഹാറ്റ്സ് ഓഫ് ടു ദം. ലൈക്ക് സോ ഗുഡ്. അവരെ ഈ സെലക്ട് ചെയ്തേക്കുന്ന എല്ലാവരും നാച്ചുറൽ ആക്ടിങ്. കാരണം ക്യാമറ ഫ്രണ്ടിൽ വെച്ച് ആക്ട് ചെയ്യുന്നുള്ള നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തേയില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് അവർ ആക്ട് ചെയ്തേക്കുന്നത്. സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും അവരുടെ ഈസി എന്ന് വെച്ചാൽ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ട് കാഷ്വലായിട്ട് നമ്മളെങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ബിഹേവ് ചെയ്യും, നമ്മളെങ്ങനെ ആ മാനറിസം, നമ്മളുടെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ മാനറിസം നമ്മളെങ്ങനെ ക്യാരി ചെയ്യും, അതുപോലെ ആ ക്യാരക്ടറിനെ ഓരോ ആൾക്കാരും ക്യാരി ചെയ്തിട്ടുണ്ട്. 3 പെൺകുട്ടികളാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. 3 പേരും ഒന്നിനൊന്ന് മെച്ചം ആക്ടിങ്. ലൈക്ക് നമ്മൾ അതിൽ കുറച്ച് എക്സെൻട്രിക് ആയിട്ട് കുറച്ച് ഇങ്ങനെ ലൗഡായിട്ടൊക്കെ പറയേണ്ട ചില സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ നോർമലായിട്ടിരുന്ന് നമ്മൾ ചെയ്തിരുന്നാൽ പോലും അതങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് ഓവറാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ആക്ച്വലി അത് ഓവറാക്കിയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണതിൽ. അത്ര കിടിലം എക്സെപ്ഷണൽ ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഈ പരിപാടി അവർ ചെയ്തിട്ടുള്ളത്. ഹെവി ലൈക്ക് കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, കിടിലം. സ്റ്റോറി ലൈൻ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ്. നമ്മൾ കണ്ടിങ്ങനെ ഇരുന്ന് പോകും. കാരണം ചില കാര്യങ്ങളിലെല്ലാം ഇടയ്ക്ക് മിഡ് പോർഷനിൽ വന്ന് ചില ലാഗും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിലും ഈ ഒരു യുണീക്ക് എലമെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ നോർമൽ ഈ മൂവീസിൻ്റെ ഒരു സ്റ്റോറി ലൈനിൽ നിന്ന് മാറി ഒരു ഡിഫറെൻ്റ് ഒരു സ്റ്റോറി ലൈൻ. ഇപ്പോൾ ഈ ചുരുളിയൊക്കെ പറയുന്ന ആ ഒരു മൂവി എന്നൊക്കെ പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി ലൈനാണ്. ഇറ്റ് ഈസ് എ ബിറ്റ് കൺഫ്യൂസിങ്. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല. പക്ഷെ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഒരു ഔട്ട്ലുക്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് എടുത്തേക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെയാണ് ഇത്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആൾക്കാരുടെ എന്ന് വെച്ചാൽ കോമഡി ആണെങ്കിലും ചില രീതിയിൽ വർക്കൗട്ട് ചെയ്തേക്കുന്ന ആൾക്കാരുടെ ചില സൈക്കോ ക്യാരക്ടേഴ്സ് അതൊക്കെ ആക്ച്വലി ബിലീവബിൾ ആണ് ഇതിനകത്ത്. ഭയങ്കര യുണീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് ഐ വാസ് റിയലി എക്സൈറ്റഡ് വാച്ചിങ് ദിസ് മൂവി. കാരണം നമ്മൾ ചില സീക്വൻസിലെല്ലാം നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് ലൈക്ക് ഞാനിങ്ങനെ വിചാരിച്ചു, ആദ്യം തുടങ്ങുന്ന സമയത്ത് എനിക്ക് അധികം ഇതൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഐ വാസ് ലൈക്ക് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലും എങ്ങനെ കണ്ടു തീർക്കും എന്നുള്ളൊരു ഇതിലിരുന്നിട്ട് പിന്നെ ഐ വാസ് ലൈക്ക് എൻഗേജ്ഡ് ആയിപ്പോയി അതിൽ. ഒരു ഡിഫറെൻറ്റ് ഇത് എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സ്റ്റോറി ലൈൻ വേണം. നമ്മൾ എപ്പോഴും ഒരേ കാര്യം തന്നെ കണ്ടുമെടുത്ത് ഇങ്ങനെ പോകുന്ന എന്തായാലും ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി ഇങ്ങനെ കണ്ടുവരുന്ന ഒരു ഇതെന്ന് ഈ ചുരുളി ഇതുപോലെയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു യുണീക്ക് എലമെൻ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തുണ്ട്. സീരിയസ്ലി അത് ഈ മൂവിക്കകത്ത് 100% ഉണ്ട്. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആ ഒരു സിനിമാറ്റോഗ്രഫി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഡയറക്ഷൻ എക്സെപ്ഷണലാണ്. ക്യാമറ വർക്ക് ഒരു രക്ഷയില്ല. ലൈക്ക് അത് ഈ പറയുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ പട്ടിയെ ഇങ്ങനെ ഫോളോ ചെയ്ത് ക്യാമറ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നില്ല. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഒരു കാര്യം ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇപ്പുറ സൈഡ് ഒരു കാര്യം ഇങ്ങനെ നടക്കുന്നുണ്ട്. ബോത്ത് ഇങ്ങനെ പാരലലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു പട്ടിയുടെ പെർസ്പെക്റ്റീവിലും സ്റ്റോറി പോകുന്നുണ്ട്, ഈ മനുഷ്യരുടെ പെർസ്പെക്റ്റീവിലും സ്റ്റോറി ഇങ്ങനെ പോകുന്നുണ്ട്. റിയലി ഗുഡ്. ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. സോ അത്രേ ഉള്ളൂ. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? കണ്ടിട്ടുള്ളവർ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. സോ ഓൾറൈറ്റ് ഗൈസ്, ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. അപ്പോൾ കൂടുതലായിട്ട് വേറൊന്നും പറയുന്നില്ല. പിന്നെ ഓക്കെ, ഈ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് ഇഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. Okay, make sure that you guys are subscribing to the channel.
ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്ക് റെഡിയാക്കാം. ഇനി അടുത്ത മൂവി റിയാക്ഷനും ബാക്കി പരിപാടികളെല്ലാം വരുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ ക്ലിക്കിംഗ് ദാറ്റ് ബട്ടൺ. ഓക്കെ, ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്തോ. ഓൾറൈറ്റ്.